തുടർന്ന് വടകര താഴെയങ്ങാടി മുഖച്ചേരി ഭാഗം പാറഭാഗത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. പഴക്കമുള്ള ഓവുചാൽ സംവിധാനത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 30 വർഷത്തിലധികം പഴക്കമുള്ള അടിയിൽ കോൺക്രീറ്റ് സംവിധാനമില്ലാതെ കല്ലുകൾ മാത്രം വെച്ചുകെട്ടിയ പഴയ ഓവുചാലായതിനാൽ മണ്ണ് കയറി അടഞ്ഞ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 3 വീടുകളുടെ മതിൽക്കെട്ടിനുള്ളിലൂടെയാണ് ഈ ഡ്രെയിനേജ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഹിറ്റാച്ചി പോലെയുള്ള വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതിലെ തടസ്സം മാറ്റാനും സാധിക്കുന്നില്ല. പല വീടുകളുടെയും അടുക്കളയിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥിതിയാണ്. കനത്ത മഴയിൽ പാറഭാഗത്ത് മുച്ചിരി ഭാഗത്തെ പാറഭാഗത്ത് ഒരു 10ഓളം വീട്ടിലാണ് നിറഞ്ഞ വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ വെള്ളം കയറിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് 3 വീടുകളിലുള്ള ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഒരു ഡ്രെയിനേജിൻ്റെ വഴി പോകുന്നത്. ആ ഡ്രെയിനേജ് മൂടിക്കിടന്നതാണ്. പലതവണ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു 10-30 വർഷമായി ആ ഡ്രെയിനേജ് ഇവിടെ വന്നിട്ട്. പണ്ട് കാലത്തെ കല്ലുകൊണ്ട് കെട്ടിയ സൈഡും അതേപോലെ തന്നെ അടിയിൽ കോൺക്രീറ്റ് സംവിധാനമൊന്നും ഇല്ലാത്ത ഡ്രെയിനേജാണ്. അപ്പോൾ അത് എത്ര വൃത്തിയാക്കിയാലും അതിൽ ഇപ്പോഴുള്ള അവസ്ഥ മണ്ണിങ്ങനെ ഓരോ നിമിഷം മണ്ണ് കയറിയിട്ട് ഇങ്ങനെ ബ്ലോക്കായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. 3 വീടിൻ്റെ ആയതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഈ വെള്ളം കയറിയ അവസ്ഥ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിൽ കേസ്മാർട്ടിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു അവസ്ഥ വളരെ പ്രയാസമാണ്. ഒരു വീട്ടിൽ ഡയാലിസിസ് രോഗി അടക്കമുള്ള ആൾക്കാരുണ്ട്. ആ വീട്ടിൽ ഡയാലിസിസ് രോഗീനെ കൊണ്ടുപോകാൻ പോലും സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ആ വീട്ടുകാർ ഡയാലിസിസ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പല സ്ലാബുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാല് താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണുള്ളത്. അതൊക്കെ അധികാരികളെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിട്ടുണ്ട്. അത് നന്നാക്കാൻ വേണ്ടിയുള്ള ഇന്ന് രാവിലെയും ചെയർമാൻ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രെയിനേജ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ 3 വീടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രയാസത്തിലാണുള്ളത്. അതിന് പോകാൻ വേണ്ടിയിട്ട് നേരെ റോഡിൽ കൂടെ ആവിത്തോടിലേക്കാണ് ഇത് പോകേണ്ടത്. ആ റോഡിൽ കൂടെ റോഡ് സൈഡിലൂടെ ഒരു പുതിയ ഫുട്പാത്ത് കൂടി വന്ന് ഇത് ഡയറക്റ്റ് ആവിത്തോട്ടിലേക്ക് പോകുന്ന ഒരു സംവിധാനം ആക്കിയാൽ കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും. അതേസമയം വീട്ടുപറമ്പിന് സമീപം കുമിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരവും ദുരിതം തീർക്കുന്നുണ്ട്. അടിയന്തരമായി ഇതിൽ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. ഉപയോഗിച്ച പാമ്പേഴ്സുകളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും അടങ്ങുന്ന ഈ മാലിന്യ കൂമ്പാരം മഴക്കാലമായതോടെ ദുർഗന്ധവും ഒപ്പം വീടുകൾക്ക് ചുറ്റും പരന്നൊഴുകുന്ന അവസ്ഥയിലുമാണ്. ഓരോ തവണയും പരിശോധനയ്ക്ക് എത്തുന്നവർ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുമെങ്കിലും ശാശ്വതമായ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂന്നാല് ലോറിക്കുള്ള വേസ്റ്റ് ഉണ്ട് ഇവിടെ കിടക്കുന്നത്. എൻ്റെ പുരയിലാണെങ്കിൽ എൻ്റെ ഉമ്മ ഡയാലിസിസ് ചെയ്യുന്ന എൻ്റെ ഉമ്മ സ്ട്രെച്ചർ പോലെ എടുത്ത് കൊണ്ടുപോകാം. ഈ വേസ്റ്റും പമ്പേഴ്സും പലതരം കച്ചറകളും കൂടി അടങ്ങിയ വേസ്റ്റ് കൂമ്പാരമാണിത്. ഇതിപ്പോൾ അധികാരികളോട് പറഞ്ഞിട്ടും അവർ എല്ലാവരും എന്താ പറയുക, എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ സമയങ്ങൾ വന്നിട്ട് ഓല് തിരിച്ചങ്ങ് പോകും. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇതേപോലെ സംഭവിക്കുന്നതിന് പിന്നെയും വരും. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നടപടി എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങളെ വീട്ടിലുണ്ടാകണമെന്ന് നമ്മൾ വിനീതമായി അപേക്ഷിക്കുന്നു. എന്താ വെച്ചാൽ നമ്മളെ പുരയിൽ കുട്ടികളുണ്ട്, ഇപ്പുറത്തെ ഏട്ടൻ്റെ പുരയിലും കുട്ടികളുണ്ട്. ഡയാലിസിസ് ചെയ്ത് ഉമ്മ ഈ പല വേസ്റ്റുകളും മറ്റുള്ള ചപ്പു ചവറുകളും നേരെ മഴക്കാലത്ത് ഒഴുകിയിട്ട് നമ്മളെ പോരൻ്റെ വേക്കിൽ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ചുറ്റിപ്പടങ്ങി ഇതെല്ലാം ശ്വസിച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ഒന്ന് അധികാരികളൊന്ന് കണ്ണു തുറക്കുക.